മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമുള്ള ഇന്നേ ദിവസം മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 38-39 വാക്യങ്ങൾ. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 5 verses 38 and 39. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്. വലത്തു കരണം തടിക്കുന്നവന് മറ്റേ കരണം കൂടെ കാണിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, പലപ്പോഴും മാനുഷികമായ ഒരു പ്രവണതയാണ് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ഈശോ അതിനെതിരെ സംസാരിക്കുകയാണ്. ഇടവക പൊതുയോഗം വന്നപ്പോൾ കുറെ പേര് ഗ്രൂപ്പ് കൂടി വികാരിച്ചതിനെതിരെ ആരോപണങ്ങൾ ഉയർത്താൻ തുടങ്ങി. കൊച്ചച്ഛനത് വളരെയേറെ വിഷമമുണ്ടാക്കി. കൊച്ചച്ഛൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞൊട്ടും ശരിയായില്ല എന്നെല്ലാം പറഞ്ഞു. എങ്കിലും പതുക്കെ കൊച്ചച്ഛനെ ശാന്തമാക്കിക്കൊണ്ട് അതെല്ലാം സ്വീകരിക്കുവാൻ വിചാരിച്ചും തയ്യാറായി. വീണ്ടും കൊച്ചച്ഛന്റെ മുഖം അത്ര പ്രസാദിക്കുന്നില്ല. വൈകിട്ട് അത്താഴത്തിൽ എഴുതപ്പോഴും കൊച്ചച്ഛൻ അസ്വസ്ഥപ്പെട്ടിരിക്കുകയാണ്. ഏരും ചോദിച്ചു, വിഷമം ഇതുവരെ മാറിയില്ലേ? ഇല്ലച്ചോ. കാരണം നമ്മളെ വീട്ടിൽ, നമ്മുടെ ഇടവകയിൽ പാവങ്ങൾക്കായി 10 വീട് പണിതപ്പോൾ അവര് നമ്മെ ഒത്തിരി പൊക്കിപ്പറഞ്ഞു. ഇവിടെ പ്രത്യേക കാരണമൊന്നുമില്ലാതെ കുറച്ചുപേര് ഗ്രൂപ്പ് കൂടി അച്ഛനെ വിമർശിച്ചത് ഒട്ടും ശരിയായി, അത് അധാർമികമാണ്. അപ്പോൾ ബഹുമാനോട് വിചാരിച്ചും പറഞ്ഞു, അതും ജീവിതത്തിന്റെ ഭാഗമാണ്. ഈശോ പറഞ്ഞില്ലേ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് ചെയ്യരുത്, മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കണമെന്നല്ലേ ഈശോ പറഞ്ഞത്. നമുക്ക് ക്ഷമിക്കാം, അതവർക്ക് വലിയൊരു സാക്ഷ്യമായി മാറട്ടെ എന്ന് വികാരിച്ചൻ പറഞ്ഞ് കൊച്ചച്ഛനോട് പഠിപ്പിക്കുകയാണ്. അത് ഏറ്റവും വലിയൊരു പഠനമാണ് വൈദികന് ആ വികാരിച്ചൻ കൊടുത്തത് എന്നുള്ളതിന് സംശയമില്ല. നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണിത്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ നന്മ ചെയ്തുകൊണ്ട് ആ വ്യക്തിയെ നേടുവാൻ നാം പരിശ്രമിക്കും. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.